ഹായ് ഗായ്സ്, നമുക്കൊരു ഉത്സവ വിശേഷം കണ്ടാലോ? ഇതൊരു ഓണം വിശേഷമാണ്. ഓണം കഴിഞ്ഞിട്ട് കുറച്ചായി, എന്നാലും ദിസ് ഇസ് നോട്ട് റിയലി എൻ ഓണം വ്ളോഗ്. ഇത് എൻ്റെ ഒരു മെമ്മറി വ്ളോഗാണ്. സംതിങ് വെരി സ്പെഷ്യൽ ടു മീ, എൻ്റെ ഒരു പ്രഷ്യസ് മെമ്മറി ആയിട്ട് സേവ് ചെയ്യാൻ. ഒമാൻ കൊടുങ്ങല്ലൂർ കൂട്ടായ്മയുടെ ഓണാഘോഷം, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഓണം 2025. ഇത് ജസ്റ്റ് ഒരു സെലിബ്രേഷൻ മാത്രമല്ല കേട്ടോ. ഇറ്റ്സ് ഫുൾ ഓഫ് ലവ്, യൂണിറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് വി ഓൾ ക്രിയേറ്റഡ് ടുഗെദർ ആസ് OKK ഫാമിലി. ഏകദേശം 2 മാസത്തോളം നീണ്ടുനിന്ന പ്രാക്ടീസസ്, വീക്കിലി പ്രാക്ടീസസ്, പിന്നെ പ്രോഗ്രാം എടുക്കാറായപ്പോഴേക്കും ഡെയിലി എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ലേറ്റ് നൈറ്റ് പ്രാക്ടീസസ്, അതും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ കോപ്പറേറ്റ് ചെയ്തിട്ട് ഇതിന്റെ എല്ലാ റിസൾട്ട്സും ആ ഡേ നമുക്കവിടെ കാണാൻ പറ്റിയിട്ടോ. OKKയിലെ എൻ്റെ ഫസ്റ്റ് ഓണാട്ടോ ഇത്. കമ്മിങ് ഇയേഴ്സും ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. റൂവി അൽഫലാദിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം. രാവിലത്തെ ഒഫീഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് കൾച്ചറൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നല്ല ഗംഭീര സദ്യ. അത് കഴിഞ്ഞ് നമ്മുടെ കലാകാരന്മാരുടെ കിടിലൻ പെർഫോമൻസസ്. Sin estilista luzco fly, la rosa blanca como Canelo en la arena de la zumba. Los dejo ciego con la vida que me alumbra. നമ്മുടെ പ്രോഗ്രാമിന്റെ 2 ഹൈലൈറ്റുകളിൽ ഒന്നായിരുന്നു ഒമാനിലെ ആദ്യത്തെ കാവടി. കേരളത്തിലെ നാട്ടുത്സവങ്ങളുടെ ആവേശം നിറയ്ക്കുന്ന കാവടിയാട്ടം. അത് നമ്മുടെ ഓണാഘോഷത്തിലും അതേ താളത്തിലും ആവേശത്തിലും അവതരിപ്പിച്ചു. ഇത് കാണുമ്പോൾ ഒരു നിമിഷം നമുക്ക് തോന്നിട്ടോ, നാട്ടിലാണോന്ന്. നമ്മുടെ മെമ്പേഴ്സിൽപ്പെട്ട ചിലരുടെ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ കൊണ്ട് മാത്രാട്ടോ ഇത് നടന്നത്. പിന്നെ നാടകം, കൊടുങ്ങല്ലൂരിന്റെ ആത്മാവിനെ സ്പർശിക്കുന്ന അതിന്റെ ചരിത്രവും മഹത് വ്യക്തികളുടെ ഓർമ്മകളും ചേർത്തൊരുക്കിയ നാടകാവിഷ്കാരം. നമ്മുടെ നാടിന്റെ അഭിമാനവും പൈതൃകവും പുനരാവിഷ്കരിച്ച് ഹൃദയസ്പർശിയായ അവതരണം. നമ്മളെ കാലത്തേക്കപ്പുറം കൂട്ടിക്കൊണ്ടുപോയൊരു യാത്ര. ഇനി പങ്കെടുത്ത ഞങ്ങൾക്കാണെങ്കിലോ സ്കൂൾ കോളേജ് ഡേയ്സ് ഒക്കെ തിരിച്ചു കിട്ടിയ പോലത്തെ ഒരു ഫീലായിരുന്നു. ഒരുമിച്ചുള്ള പ്രാക്ടീസസ്, പ്രോഗ്രാമിന്റെ അന്നത്തെ ഒരുക്കം, തമാശകൾ അതൊക്കെ എപ്പോഴും നല്ലൊരു മെമ്മറിയാണ്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സക്സസ് പാർട്ടിക്കാണ് മീറ്റ് ചെയ്തത്. അതിനുവേണ്ടി വീണ്ടും ഒരു ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഉള്ള പെർഫോമൻസിനേക്കാളും നമ്മൾ എൻജോയ് ചെയ്യുന്നത് പ്രാക്ടീസ് ടൈമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ